ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ. അപ്പം നമ്മൾ ദീപ്സ് കിച്ചണിൽ റവ ബർഫിയാണ് ചെയ്യണത്. അപ്പം ഞാനൊരു ഫ്രൈയിങ് പാനിലോട്ട് ഒരു 2 ടീസ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് റവ നല്ല ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ലൈറ്റ് ഒരു ഗോൾഡൻ കളറ് വേകുന്നത് വരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഇവിടെ ഒരു ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളർ വരും. റവ നല്ലൊരു മൂത്ത് വരുന്ന ഒരു മണവും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പം നമ്മൾ ആ റവ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. റവ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ റവ വറുത്ത പാനിൽ തന്നെ 2 കപ്പ് പാല് തിളപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ പച്ചപ്പാലാണ്. അപ്പം നമ്മൾ എത്ര റവ എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി അളവ് വേണം പാല്. ഇപ്പം ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് 2 കപ്പ് പാലാണ് എടുക്കുന്നത്. നിങ്ങൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. നമ്മൾ റവ എടുക്കുന്നതിൻ്റെ ഇരട്ടി വേണം പാലെടുക്കാനായിട്ട്. പാലൊഴിച്ച് കൊടുത്തു. നമ്മളിപ്പോൾ സ്റ്റൗ കത്തിക്കരുത്. പഞ്ചസാര ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിനിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഏലക്കയുടെ അരിയാണ്. നമ്മൾ ഏലക്ക പൗഡർ എടുക്കുന്നതിനേക്കാളും ഏലക്ക പൊളിച്ചിട്ട് അതിനകത്തുള്ള അരി എടുക്കണം. അത് നമുക്ക് ഈ ബർഫി കഴിക്കുമ്പോഴും അതിൻ്റെ ഇത് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. കുറച്ചും കൂടെ നല്ലൊരു മണവും നമ്മളെ ബർഫിക്ക് കിട്ടും. അതിനായിട്ടാണ് ഇതെടുത്തത്. നിങ്ങൾ ഏലക്ക പൗഡർ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ അതിനേക്കാളും നല്ലത് ഇതുപോലെ അതിൻ്റെ അരി എടുത്ത് ചേർക്കുമ്പോഴായിരിക്കും നമ്മുടെ ഈ റെസിപ്പിക്ക് നല്ലൊരു മണവും അതിൻ്റെ കറക്റ്റ് ആ ഒരു ഫ്ലേവറും ഒക്കെ ഉണ്ടാകുന്നത്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. നമ്മുടെ പാല് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ടൈമിന് നമ്മൾ തയ്യാറാക്കി വെച്ച റവ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയാണ്. റവ നല്ല വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആ റവ നമുക്കിതിലോട്ട് ചേർത്ത് ഇളക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് നല്ല കുറുകി വരും. ഇതിങ്ങനെ കണ്ടിന്യൂ ഇളക്കി കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ. ഇപ്പോൾ ലൈറ്റായിട്ടൊന്ന് കുറുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന് നന്നായിട്ട് വെള്ളം വറ്റി നല്ല കുറുകി വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്ലെയിം സെറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ബർഫിക്ക് തന്നെ നല്ലൊരു അടിപൊളി കളറും കളർഫുള്ളായിരിക്കും കാണാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇതാക്കണ്ടല്ലോ. ഇപ്പം നല്ല എന്താ പറയുക കുറുകി ഇതായിട്ട് വന്നിട്ടുണ്ട് ബർഫി. പാലിൽ കിടന്ന് റവയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ റവയുടെ ഇരട്ടി പാലെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇവിടെ ഞാൻ ഇതുപോലെ ഒരു ഇതെടുത്തിട്ടുണ്ട് പാത്രം. അതിലോട്ട് നിങ്ങൾക്ക് ഒരു സാധാരണ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിലും മതിയാകും. ഇങ്ങനെ നെയ്യൊന്ന് തേച്ച് കൊടുക്കണം 4 ഭാഗത്ത്. എന്നിട്ട് നമ്മൾ റവ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ലെവൽ ചെയ്ത് എല്ലാം ഒരേപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. നമുക്കിതുപോലെ നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇരിക്കട്ടെ. അരമണിക്കൂറല്ല, 1 മണിക്കൂർ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് പതുക്കെ കട്ട് ചെയ്തെടുക്കാം. നല്ല തണുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് തണുക്കട്ടെ. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഈ സൈഡിൽ നിന്ന് ഒരെണ്ണം പതുക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി എടുക്കാം. ഇതാ കണ്ടല്ലോ, നല്ല അടിപൊളി ബർഫി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തൊരെണ്ണം കൂടെ എടുക്കാം. പതുക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇതാ കണ്ടല്ലോ,
നിങ്ങൾക്ക് എത്ര കട്ടി വേണോ അതിനനുസരിച്ച് നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ പേരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ. താങ്ക് യു.